ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാട്ടിൽ 84.95%, പശ്ചിമബംഗാളിൽ 92% പോളിംഗ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്താൻ തീരുമാനം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. ചൂടുമാറുന്നതുവരെ കുട്ടികളെ നിർബന്ധിപ്പിച്ച് അങ്കണവാടികളിൽ വരുത്തേണ്ടതില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. ഉഷ്ണതരംഗം കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിൽ 84.95%, പശ്ചിമബംഗാളിൽ 92.1%, പോളിംഗ്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 152 മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് പോളിംഗ്. അവശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിൽ ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉമ്രേത് നിയമസഭാ മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ ബാരാമതി, രാഹുരി മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ഉമ്രത്തിൽ 59%, ബാരാമതിയിൽ 57.89%, രാഹുരിയിൽ 56% പോളിംഗ് രേഖപ്പെടുത്തി. കേരളം ഉൾപ്പെടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ KV ദേവി പത്മനാഭൻ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് കൂട്ടി. 2011 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ 78.2% പോളിംഗ് എന്ന റെക്കോർഡ് മറികടന്നു. യുവ വോട്ടർമാർ അധികമായി വോട്ട് ചെയ്യാൻ വന്നതിനാൽ വോട്ടിംഗ് ശതമാനം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. പെരമ്പൂർ, സൈതാപ്പട്ട് ഉൾപ്പെടെ പലയിടങ്ങളിലും വോട്ടർമാർ നീണ്ട ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിച്ചു. ഇതിനാൽ വോട്ടിംഗ് ശതമാനം ഇനിയും കൂടും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്കിടയെ ഏർപ്പെടുത്തിയ പ്രചരണം മൂലം വോട്ടിംഗ് ശതമാനം ഉയർന്നു എന്ന് പറയാം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്താൻ തീരുമാനിച്ചു. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൂരത്തിനോടനുബന്ധിച്ച വെടിക്കെട്ട് ഇരു ദേവസ്വങ്ങളും ഒഴിവാക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കുമെന്നും ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കാതെ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുമെന്നും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പൂരത്തിന് വരുന്നവർ അതിനനുസരിച്ച മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ജില്ലയിൽ ഓരോ ദിവസവും അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓറഞ്ച് ജാഗ്രതയാണ് ഇന്നും നാളെയും ജില്ലയിലുള്ളത്. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം മുൻകരുതലുകൾ ഒരുക്കുന്നുണ്ട്. ആനകൾക്ക് ചൂടിൽ നിന്നും സംരക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ ആനകൾക്ക് യഥേഷ്ടം നൽകണമെന്നും ഇടയ്ക്കിടയ്ക്ക് തറ നനച്ചു കൊടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂരം ആസ്വദിക്കാനെത്തുന്ന ആളുകൾക്ക് തണലത്ത് നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരമാവധി ഒരുക്കണമെന്നും ജില്ലാ കളക്ടർ ദേവസ്വം അധികൃതരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ കൂടി ശരീരഭാഗം കണ്ടെടുത്തു. കാണാതായ ഗിരിയുടേതാണിതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമായ ഗിരി തൃശൂർ കോട്ടപ്പുറം സ്വദേശിയാണ്. വെടിക്കെട്ട് അപകടത്തിൽ നിലവിൽ 10 പേർ മരിച്ചെന്നും 4 പേരെ കാണാനില്ലെന്നുമാണ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. പാലക്കാട് താപനില 41°C വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40°C വരെയും ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 മുതൽ 5°C വരെ കൂടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചൂട് മാറുന്നതുവരെ കുട്ടികളെ നിർബന്ധിപ്പിച്ച് അങ്കണവാടികളിൽ വരുത്തേണ്ടതില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. കാലാവസ്ഥ മാറുന്നതുവരെ അങ്കണവാടികൾക്ക് അവധി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് കമ്മീഷൻ ഉത്തരവ്. കുട്ടികൾക്ക് അർഹമായ പോഷകാഹാരങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. അന്തരീക്ഷ താപനില 40° വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. കണ്ണൂർ ചക്കരക്കല്ലിനടുത്ത് കിണർ നിർമ്മാണ തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പള്ളിപ്പൊയിൽ സ്വദേശി MV സനൽകുമാറാണ് മരിച്ചത്. സൂര്യാഘാതമേറ്റാണ് മരണമുണ്ടായതെന്ന് സംശയിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ ദിക്ഷൽ മരിച്ച സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്ന അച്ഛന്റെ പരാതിയിലാണ് നടപടി. ദിക്ഷലിന്റെ സംസ്കാരം അടൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയതായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. വനംവകുപ്പിന്റെ പരിശീലനം സിദ്ധിച്ച 3600ഓളം സർപ്പ വോളണ്ടിയർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. പാമ്പുകൾ മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സർപ്പ വോളണ്ടിയർമാരും വനപാലകരും വിലയിരുത്തണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ. മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ വയനാട് താമരശ്ശേരി ചുരത്തിൽ വീതികൂട്ടൽ നവീകരണ പ്രവൃത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ചുരത്തിലെ 6, 7, 8 വളവുകളാണ് വീതികൂട്ടി നവീകരിക്കുന്നത്. ഈ വളവുകൾ വീതികൂട്ടുന്നതിനുള്ള വനഭൂമി വിട്ടുകിട്ടുന്നതിനും വർഷങ്ങളായി നടത്തി വന്ന ശ്രമങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഫലം കണ്ടത്. ഈ 3 വളവുകൾ കൂടി വീതികൂട്ടുന്നതോടെ ചുരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം വൻ മയക്കുമരുന്ന് കടത്തു പിടികൂടി. 3 കിലോഗ്രാമിലധികം മെത്താംഫിറ്റാമിൻ ഉൾപ്പെടെ വിപണിയിൽ 3.5 കോടി രൂപയ്ക്ക് മേൽ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. രാജസ്ഥാനിൽ നിന്ന് റോഡ് മാർഗം കാറിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് വാഹനത്തിന്റെ ബോണറ്റിനുള്ളിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനാവശ്യമായ സംസ്ഥാനതല യോഗ്യതാ പരീക്ഷയായ സെറ്റ് ജൂലൈ 2026 അപേക്ഷ ക്ഷണിച്ചു. 50% കുറയാത്ത മാർക്കോടെ ബിരുദാനന്തര ബിരുദവും BEdുമാണ് അടിസ്ഥാന യോഗ്യത. മെയ് 22 www.lbscenter.kerala.gov.in ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 14-ാം ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 852 പോയിന്റ് താഴ്ന്ന് 77,664 നിഫ്റ്റി 205 പോയിന്റ് താഴ്ന്ന് 24,173 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ കുറഞ്ഞ് 1,12,600 രൂപയാണ് ഇന്നത്തെ വില. അവയവദാനം, രക്തദാനം എന്നിവയ്ക്ക് സന്നദ്ധരായവരെ ആദരിക്കാൻ കേരള ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് അസോസിയേഷനും സേവാശക്തി ഫൗണ്ടേഷനും ചേർന്ന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. സത്യൻ സ്മാരക ഹാളിൽ മേയർ VV രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാട്ടിൽ 85%, പശ്ചിമബംഗാളിൽ 92% പോളിംഗ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്താൻ തീരുമാനം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. ചൂടുമാറുന്നതുവരെ കുട്ടികളെ നിർബന്ധിപ്പിച്ച് അങ്കണവാടികളിൽ വരുത്തേണ്ടതില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. ഉഷ്ണതരംഗം കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.